ഹലോ കേസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ദേവരുദ്രയുടെ പ്രതികാരം കേൾക്കാം. സൗണ്ട് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, പക്ഷേ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ്റെ അരികിൽ ദേവനന്ദ സ്വയം മറന്നിരുന്നു. അവൾക്കിപ്പോൾ അച്ഛനോട് കടുത്ത പ്രണയമാണ്. അച്ഛൻ അവളോട് എന്തോ ചോദിച്ചു, അവൾ അതിനൊക്കെ വാതോരാതെ മറുപടി പറഞ്ഞു. അച്ഛൻ അവൾ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഇടയ്ക്കെപ്പോഴോ അവൾ തൻ്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ അവിടെ അച്ഛൻ എന്നോ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? അച്ഛൻ തിരിച്ചു ചോദിച്ചു. അവളുടെ മുഖം സങ്കടം കൊണ്ട് വിങ്ങി. അച്ഛൻ അവളെ നല്ലവണ്ണം നോക്കി. എത്ര സുന്ദരിയാണ് ഈ കുട്ടി, പാവം. അതിൻ്റെ ജീവൻ അസ്തമിക്കാൻ കാരണം തന്നെ ഈ സൗന്ദര്യമല്ലേ? പിന്നെ വിവേകമില്ലാത്ത മനുഷ്യൻ്റെ മനസ്സും. അച്ഛൻ അവളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവൾ പതുക്കെ അച്ഛനിൽ നിന്ന് പിൻവാങ്ങി. അവിടെ ആ പോക്ക് നോക്കി അച്ഛൻ നിന്നു. എന്നിട്ട് ആ പാറപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി നേരെ വീട്ടിലേക്ക്. അകത്ത് കിടന്ന അച്ഛൻ വാതിൽപ്പടിയിലും അകത്തും റൂമിൻ്റെ ഭിത്തികളുമേലെല്ലാം വെഞ്ചരിച്ച തൈലം തേച്ചു. അവൾ അകത്ത് കിടന്ന് ഇവരെ ആരെയും നശിപ്പിക്കാതിരിക്കാൻ. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ആരും തൽക്കാലം വീടിന് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. എന്നിട്ട് എല്ലാവരും ചേർന്ന് അർണവിനെ തിരഞ്ഞിറങ്ങി. അവർക്ക് ആ വീട്ടിലെങ്ങും അർണവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അച്ഛൻ വാതിൽപ്പടി തൈലം പുരട്ടിയതോടുകൂടി അർണവിനെ അകത്ത് കിടക്കാൻ കഴിയാതെയായി. പതുക്കെ എല്ലാവരും നിന്ന് ഭീതി ഒഴിഞ്ഞു. പക്ഷേ മറ്റൊരു കാര്യം, എല്ലാവർക്കും ഭക്ഷണം വേണ്ടേ? അതിനാവശ്യമായ സാധനങ്ങൾ പുറത്തുപോയി വാങ്ങാൻ തീരുമാനമായി. ഇപ്പോൾ തൽക്കാലം കഴിക്കാൻ ഭക്ഷണം വേണം, വെള്ളം വേണം, പിന്നെ ഇവിടെ ഭക്ഷണം പാചകം ചെയ്യാനുള്ള സാധനങ്ങളും. അച്ഛനും ഈശ്വറാമും പോകാൻ തീരുമാനിച്ചു. വേറെ ആരും തന്നെ താൻ തിരിച്ചു വരുന്നവരെ വീടിന് പുറത്തു പോകരുതെന്ന് നിർദ്ദേശിച്ച് അച്ഛനും ഈശ്വറാമും പുറത്തേക്ക്. അവരുടെ വണ്ടി പുറത്തേക്കിറങ്ങിയ സമയം തന്നെ അവരുടെ ഒപ്പം 3 പേർ കൂടി. വിനായക്, അർണവ്, ദേവനന്ദ. അവരെല്ലാം ആ കാറിനൊപ്പം ഒഴുകി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. 3 പേരുടെ ഉദ്ദേശം ഒന്ന് മാത്രം, ഈശ്വറാമിൻ്റെ ജീവൻ. ആ ജീവൻ അവർക്ക് വേണം. അതിന് ഏത് മാർഗം അവർ സ്വീകരിക്കും? നമുക്ക് നോക്കാം അച്ഛൻ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.